Good morning. Okay, Shabana, good morning. Harsha, okay, good morning. Divina, okay, Divina. Lakshmi, good morning. ഇപ്പൊ 2-3 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം അല്ലേ? Good morning. Karishma, okay. Jasmini, good morning. Reshma, okay. Tony. Shipa, okay, good morning. Kaveri, okay, good morning, Kaveri. Renju, okay, good morning. തുടങ്ങാം നമുക്കെന്നാ എല്ലാവരും പതുക്കെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? ഓക്കെ, രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ എല്ലാവരുടെയും ഭക്ഷണമൊക്കെ കഴിച്ചാ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. മഴ പെയ്തോ? മഴ പെയ്തോ അവിടെ? ഓക്കെ, മഴ പെയ്തു അല്ലേ? ഇവിടെയൊക്കെ മഴ പെയ്തിട്ടില്ല, പക്ഷെ നല്ല മഴക്കാരുണ്ട്. രാവിലെ എഴുന്നേറ്റത്തൊക്കെ നല്ല മഴക്കാരാണ്. ശ്രീലക്ഷ്മിന്റെ അവിടെ ഇല്ല അല്ലെ? ശരി, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളവര് ജോയിൻ ചെയ്യട്ടെ. തുടങ്ങാലോ? എല്ലാവരും ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്തോട്ടെ? അപ്പൊ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ജോബ് അനാലിസിസിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഓക്കെ, ജോബ് അനാലിസിസിനെ പറ്റിയിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു ജോബ് അനാലിസിസ് എന്താന്ന് പറഞ്ഞു അല്ലെ? ജോലിയെ പറ്റി നമ്മൾ വിശകലനം ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ജോബ് അനാലിസിസ് എന്നാണ് പറയുന്നത്. പിന്നെ അതിന്റെ ഡെഫിനിഷൻസ് ഒക്കെ പഠിച്ചു. എഡ്വിൻ ബി ഫ്ലിപ്പോന്റെ ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് ആണ് അല്ലെ? 5 സ്റ്റെപ്പുകളാണ് അതിനകത്ത് വരുന്നത്. അതിൽ 3 സ്റ്റെപ്പുകൾ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ട് കേട്ടോ. വായിച്ചിട്ട് നോക്കിയാ? നല്ല എടുത്ത ഭാഗങ്ങളൊക്കെ വായിച്ചോ നിങ്ങള്? വായിച്ചു നോക്കി? ഓക്കെ, വായിച്ചു നോക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്തുണ്ടാവും? മറന്നു. കുറച്ച് കഴിഞ്ഞിട്ട് വായിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ വരുമ്പോ മറന്നു പോകും കേട്ടോ. ഇനി എപ്പോഴും ഓർക്കുക, ആദ്യത്തെ 3 ചാപ്റ്റർ, മൊത്തം 6 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ആദ്യത്തെ 3 ചാപ്റ്ററുകൾ കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ടേം എക്സാം ഉണ്ടാവും കേട്ടോ. ഒന്നാമത്തെ ഫസ്റ്റ് ടേം എക്സാം നിങ്ങൾക്ക് ഉണ്ടാവും. ആദ്യത്തെ 3 ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ടേം എക്സാം ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ടേമിലോട്ട് കിടക്കുന്നത് കേട്ടോ. പിന്നെ വരുന്ന നെക്സ്റ്റ് 3 ചാപ്റ്റേഴ്സ് അതിനുശേഷം എടുക്കുള്ളൂ. അത് കഴിയുമ്പോൾ ടേം 2 എക്സാം ഉണ്ടാവും. ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് മെയിൻ എക്സാം വരുന്നത് കേട്ടോ. ഓക്കെ, ഇതിനെ പറ്റിയൊക്കെ അറിയാം. അപ്പോ പഠിച്ചുകൊണ്ടേ ഇരിക്കാം. സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ പഠിക്കാൻ നോക്കുക. അപ്പോ നമ്മൾ പറഞ്ഞു ജോബ് അനാലിസിസിന് പ്രധാനമായിട്ടും 5 സ്റ്റെപ്സുകളാണുള്ളത് അല്ലെ? ഒന്നാമത്തെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഡിഫൈനിങ് ആണ് അല്ലെ? ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്. രണ്ടാമത്തത് പ്രിപ്പറേഷൻ അല്ലെ? മൂന്നാമത്തത് പെർഫോമിങ് അല്ലെ? നാലാമത്തെ എന്തായിരുന്നു? ഡിസൈനിങ് അല്ലെ? ഡിസൈനിങ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. അഞ്ചാമത്തത് കൺട്രോളിങ് അല്ലെ? കൺട്രോളിങ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. ഓക്കെ, 5 സ്റ്റെപ്പുകൾ നിങ്ങൾ പഠിച്ചു വെച്ചല്ലോ അല്ലെ? ഒത്തു വെക്കാട്ടോ. ഡിഫൈനിങ്, പ്രിപ്പയറിങ്, പെർഫോമിങ്, പിന്നെ എന്താണ്? ഡിസൈനിങ്, കൺട്രോൾ. 5 സ്റ്റെപ്പുകളാണ് ജോബ് അനാലിസിസിന് വരുന്നത്.
3 കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തി കേട്ടോ. പെർഫോമിംഗ് ദ ജോബ് അനാലിസിസ് വരെ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തി. ഇനി നമുക്ക് 2 സ്റ്റെപ്പുകളും കൂടെ അവിടെ പറയാനുണ്ട്. നാലാമത്തെ കേട്ടോ, നാലാമത്തെ സ്റ്റെപ്പിലാണ് ഡിഫൈനിങ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻസ് കേട്ടോ. ഓക്കെ, നമുക്കറിയാം ജോബ് അനാലിസിസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രോഡക്ട്സുകളാണ് ഒന്ന് ജോബ് ഡിസ്ക്രിപ്ഷൻ, മറ്റൊന്ന് ജോബ് സ്പെസിഫിക്കേഷൻ. 2 പ്രോഡക്റ്റുകളാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മള് ജോബ് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണ്, അതിൽ നിന്ന് ലഭിക്കുന്ന നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും ഡിസൈൻ ചെയ്യാണ്. ദാറ്റ് മീൻസ് ജോബ് ഡിസ്ക്രിപ്ഷനെ പറ്റി സ്പെസിഫിക്കേഷനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കാണ്. ഓക്കെ, അപ്പൊ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താ നമുക്കറിയാം അല്ലെ, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. സ്പെസിഫിക്കേഷൻ നമുക്കറിയാം. അപ്പൊ നോക്കാം, അറ്റ് ദിസ് സ്റ്റേജ് ദ ജോബ് അനലിസ്റ്റ് ക്രിയേറ്റ്സ് എ draft of the job description and the specification. Draft എന്ന് പറഞ്ഞാൽ എന്താണ്, റിപ്പോർട്ട് ആണ് കേട്ടോ. അതാണ് റിപ്പോർട്ട്. ആ ഒരു സ്റ്റേജിൽ ജോബ് അനലിസ്റ്റ് എന്ത് ചെയ്യാണ്, ജോബ് ഡിസ്ക്രിപ്ഷനെ പറ്റി ജോബ് സ്പെസിഫിക്കേഷനെ സംബന്ധിച്ചും ഒരു ഡ്രാഫ്റ്റ് അവിടെ തയ്യാറാക്കാണ്, ഒരു റിപ്പോർട്ട് അവിടെ തയ്യാറാക്കാണ്. എന്നിട്ടോ ആഫ്റ്റർ ഓർഗനൈസ്, അതായത് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഏത് ജോലിയാണോ അവർ അനലൈസ് ചെയ്യുന്നത് ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അതിന്റെ ടാസ്കുകള്, റെസ്പോൺസിബിലിറ്റീസ്, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് അവര് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ ഒരു ജോലി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സ്കില്ല്, ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ജോബ് സ്പെസിഫിക്കേഷൻ ആയിട്ട് അവര് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ടോ ആഫ്റ്റർ ഓർഗനൈസിംഗ് ദ ഇൻഫർമേഷൻ the changes that need to be made in the jobs is identified and is written on paper. അല്ലെ, അങ്ങനെ നമ്മൾ ഇൻഫർമേഷൻസ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ജോബില് എന്തൊക്കെ ചേഞ്ചസുകളാണോ ആവശ്യമായിട്ടുള്ളത്, എന്തൊക്കെ ചേഞ്ചസുകളാണ് അതിനകത്ത് വരുത്തേണ്ടത്, അത് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പേപ്പറിൽ അത് എഴുതി വെക്കണം. ഒരു റിപ്പോർട്ട് ചെയ്യാണ്, ഡോക്യുമെന്റ് ചെയ്യാണ്, രേഖപ്പെടുത്തി വെക്കുകയാണ് കേട്ടോ. ആ ജോലിയിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നത് തിരിച്ചറിഞ്ഞ് അതൊരു പേപ്പറിൽ നമ്മൾ എഴുതി വെക്കണം. ഇനിയോ once the draft gets prepared, it is passed on to the manager, supervisor and the employee. അങ്ങനെ നമ്മള് ആ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാല് ആ ഡ്രാഫ്റ്റ് നമ്മൾ ആർക്ക് കൊടുക്കുന്നു, ആർക്ക് പാസ് ചെയ്യുന്നു, മാനേജേഴ്സിന് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സിന്, എംപ്ലോയീസിലോട്ട് നമ്മൾ ആ ഒരു റിപ്പോർട്ട് പാസ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയാണ് ആ ഒരു സ്റ്റെപ്പിനകത്ത് നടക്കുന്നത്. നമ്മള് മൂന്നാമത്തെ സ്റ്റെപ്പില് പെർഫോമിംഗ് കഴിഞ്ഞ് ജോബ് അനാലിസിസ് കഴിഞ്ഞാൽ നമ്മള് ജോബ് ഡിസ്ക്രിപ്ഷനെ പറ്റിയും ജോബ് സ്പെസിഫിക്കേഷനെ സംബന്ധിച്ച് നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു, ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നു. ആ ഡ്രാഫ്റ്റിന്റെ ബേസിൽ നമ്മൾ ആ ജോലിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണോ ആവശ്യമായിട്ടുള്ളത് അത് തിരിച്ചറിഞ്ഞ് നമ്മൾ അതൊരു പേപ്പറിൽ രേഖപ്പെടുത്തി വെക്കുന്നു. മീൻസ് ഒരു റിപ്പോർട്ട് ആക്കുന്നു അല്ലെ. എന്നിട്ടോ അത് മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ്, എംപ്ലോയീസിലൊക്കെ നമ്മളത് ഹാൻഡ് ഓവർ ചെയ്യും, പാസ് ചെയ്യും. ഓക്കെ, ഇനി എന്താണ് അഞ്ചാമത്തെ, കൺട്രോൾ ദ ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻസ് അല്ലെ. കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഉദ്ദേശിക്കുന്നത് എന്താണ്, റിവ്യൂ ചെയ്യാൻ അല്ലെ, റിവ്യൂ ആൻഡ് അപ്ഡേറ്റ് അല്ലെ, റിവ്യൂ ആൻഡ് അപ്ഡേറ്റ് ഡോക്യുമെന്റ് സ്റ്റേ useful and ensure that the documents stay useful and benefitable ആണ് എന്ന് ഉറപ്പുവരുത്തുക, അപ്ഡേറ്റഡ് ആണെന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റിവ്യൂ, അപ്ഡേറ്റ് ആൻഡ് എൻഷുവർ ദീസ് ഡോക്യുമെന്റ്സ് സ്റ്റേ അക്യുറേറ്റ് ആൻഡ് യൂസ്ഫുൾ. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഡോക്യുമെന്റ്സ്, അതായത് ജോബ് ഡിസ്ക്രിപ്ഷനെ പറ്റി സ്പെസിഫിക്കേഷനെ സംബന്ധിച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഡോക്യുമെന്റ്സുകള് അത് കൃത്യമാണെന്നും അത് യൂസ്ഫുൾ ആണെന്ന് ഉറപ്പുവരുത്തുകയും ആ ഡോക്യുമെന്റ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, റിവ്യൂ ചെയ്ത് നമ്മള് ആ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി പിന്നെ എന്ത് ചെയ്യണം, ഓരോ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് അതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അതിൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതോടൊപ്പം ആ ഒരു ഡോക്യുമെന്റ്സ് കൃത്യമാണെന്നും അത് യൂസ്ഫുൾ ആണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. അതാണ് അവിടെ കൺട്രോളിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാലാകാലങ്ങളിൽ ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അല്ലെ. ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആ റിപ്പോർട്ടുകളിൽ അപ്ഡേഷൻസ് നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കണം. അതോടൊപ്പം തന്നെ ആ ഡോക്യുമെന്റ്സ് എപ്പോഴും അക്യുറേറ്റ് ആണെന്നും കൃത്യമാണെന്നും യൂസ്ഫുൾ ആണെന്നും ഉറപ്പുവരുത്തണം കേട്ടോ. ഓരോ കാലഘട്ടത്തിൽ ഓരോ സമയത്തിനനുസരിച്ച് അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതാണ് കൺട്രോള്.
Okay, control job descriptions and job specification എന്ന് പറഞ്ഞാൽ this is the last step in the process of job analysis, wherein the job descriptions and the specifications are timely checked. കണ്ടോ, timely check ചെയ്യാം. timely check ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെയോ and modified according to the changing needs of the organization. ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച്, അവരുടെ മാറുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്ത് മോഡിഫിക്കേഷൻസ് വരുത്തുക അല്ലെ. ഓരോ കാര്യങ്ങള്, ഓരോ കാലഘട്ടങ്ങള് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അത് അപ്ഡേറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് കൺട്രോളിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിട്ടിയല്ലോ 5 പ്രോസസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആദ്യം എന്താണ്? ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അതിനുശേഷം പ്രിപ്പറേഷൻ ആണ്, പ്രിപ്പയറിംഗ് ദി ജോബ് അനാലിസിസ്. ആ ജോബ് അനാലിസിസ് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ടൂൾസുകള്, മെത്തേഡുകള്, മറ്റ് ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നതാണ് നമ്മൾ പ്രിപ്പയറിംഗിൽ ചെയ്യുന്നത് അല്ലെ. ദെൻ പെർഫോമിംഗ് ജോബ് അനാലിസിസ്, നമ്മൾ ആ ജോബ് അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നു. അതിനുശേഷം അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസൈനിങ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് സ്പെസിഫിക്കേഷൻ. അതിന്റെ 2 പ്രോഡക്റ്റുകളായിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷനും അതുപോലെ സ്പെസിഫിക്കേഷനും നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. ദാറ്റ് മീൻസ് അതിനെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നു. ദെൻ കൺട്രോളിംഗ്. കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റിവ്യൂ ആൻഡ് അപ്ഡേറ്റ് എന്ത് ചെയ്യുന്നു? ആൻഡ് എൻഷുർ ദീസ് ഡോക്യുമെന്റ് സ്റ്റേ ആക്യുറേറ്റ് ആൻഡ് യൂസ്ഫുൾ ആണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതാണ് കൺട്രോൾ കേട്ടോ. ഇത്രയും അതിനകത്ത് പഠിക്കാനായിട്ട്. ഇനി നോക്കാം, the job analysis results in the job description and job specification. ഓൾറെഡി പഠിച്ചതാണ്, അണ്ടർലൈൻ ചെയ്യാട്ടോ. job analysis results in the job description and the job specification. Okay, ഇനി എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ, എന്താണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് കറക്റ്റ് ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. The job description comprises of job duties, level of responsibilities, വർക്കിംഗ് കണ്ടീഷൻസ് എക്സെട്രാ. കേട്ടോ, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലിയെ പറ്റിയിട്ടുള്ള വിവരങ്ങളാണ്. എന്തൊക്കെയാണ്? ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ തന്നെ വർക്കിംഗ് കണ്ടീഷൻസ് ഓഫ് ദാറ്റ് ജോബ്. ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടാസ്കുകൾ എന്തൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ആ ജോലിയുടെ വർക്കിംഗ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് എന്ത്? ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് വേറീസ്, അതേസമയം the job specification tells about skills, education, background, qualification, training, communication skills required to perform a specific job. ഇതെല്ലാം ചെയ്യാട്ടോ. ജോബ് സ്പെസിഫിക്കേഷൻ ആണ്. ആ ഒരു ജോലി ചെയ്യുന്നതിനായിട്ട് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളാണ് അല്ലെ. അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? സ്കില്ലുകള്, എഡ്യൂക്കേഷൻ, ബാക്ക്ഗ്രൗണ്ട്, ക്വാളിഫിക്കേഷൻ, ട്രെയിനിങ്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ജോബ് അനാലിസിസ് ഓക്കെ ആണോ? ജോബ് അനാലിസിസും അതിന്റെ പ്രോസസ്സുകളും അതൊക്കെ ക്ലിയർ ആയില്ലേ? വായിച്ചു നോക്കിയേ, അതൊന്ന് വായിച്ചു നോക്കിയേ. നെക്സ്റ്റ് പറയാം കേട്ടോ. നെക്സ്റ്റ് വേറൊന്നും അല്ല, നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറയുന്നത് കേട്ടോ. ജോബ് അനാലിസിസ് തന്നെയാണ്. ഓക്കെ, പുതിയതായിട്ടൊന്നും പഠിക്കുന്നില്ല, സെയിം കാര്യങ്ങൾ തന്നെയാണ്. നോക്കുക കേട്ടോ. ജോബ് അനാലിസിസിന്റെ 2 പ്രോഡക്റ്റുകളാണ് അവിടെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ജോബ് ഡിസ്ക്രിപ്ഷൻ, 2 ജോബ് സ്പെസിഫിക്കേഷൻ. ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളും ജോബ് സ്പെസിഫിക്കേഷനിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മളോട് ചോദിക്കാം ജോബ് ഡിസ്ക്രിപ്ഷനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ജോബ് സ്പെസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് ചോദിക്കാം. ഇത് പഠിച്ചിരിക്കാം കേട്ടോ. നമുക്ക് വായിക്കാതെ
ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്? ഒന്ന് ജോബ് ടൈറ്റിൽ അല്ലെ, ജോബ് ടൈറ്റിൽ മീൻസ് ഏത് ജോലിയാണ്, ജോബ് ഡെസിഗ്നേഷൻ ഏതാണ്, പദവി ഏതാണെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ജോബ് ടൈറ്റിൽ ക്ലർക്ക് ആണോ, ഈ മാനേജറിന്റെ ജോബാണോ, സൂപ്പർവൈസറി ജോബാണോ, എന്താണ് ആ ജോബ് ടൈറ്റിൽ, ആ ഡെസിഗ്നേഷൻ എന്താണെന്നുള്ളത് അവിടെ ഉണ്ടായിരിക്കും അല്ലെ, ജോബ് ടൈറ്റിൽ. പിന്നെ എന്താണ് ജോബ് ലൊക്കേഷൻ, ആ ജോലിയുടെ സ്ഥലം എവിടെയാണ് ആ ജോലി ചെയ്യുന്നത്, ഓക്കെ, ജോബ് ലൊക്കേഷൻ. മൂന്നാമത്തത് ജോബ് സമ്മറിയാണ്. ജോബ് സമ്മറി എന്ന് പറയുമ്പോൾ ആ ജോലിയെ പറ്റിയിട്ടുള്ള ഒരു എന്താ പറയാ വിവരങ്ങൾ, അത് വലിയ ഡീപ്പായിട്ടല്ല, ചെറിയൊരു സമ്മറി, ഓക്കെ, ചെറിയൊരു സമ്മറി ആയിട്ട് ആ ജോലിയെ പറ്റിയിട്ട് മൊത്തത്തിലുള്ള അതിന്റെ ആ ഒരു എന്താണ് വിവരങ്ങൾ, ഇൻഫർമേഷൻസ് വളരെ ചെറിയ രൂപത്തിൽ, ചുരുക്ക രൂപത്തിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതാണ് ജോബ് സമ്മറി. ഓക്കെ, ദെൻ റിപ്പോർട്ടിംഗ് ടു, അതായത് നമ്മൾ ആ പെർട്ടിക്കുലർ ജോബ് റോള് ആർക്കാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പൊ ക്ലർക്ക് ആണെങ്കിൽ ക്ലർക്ക് ആർക്കാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്, അപ്പൊ മാനേജർ ആണെങ്കിൽ മാനേജർ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ റിപ്പോർട്ടിംഗ് ടു, ആർക്കാണ് ആ പെർട്ടിക്കുലർ ജോബ് റോള്, ആ ജോബ് ഡെസിഗ്നേഷൻ ഇരിക്കുന്ന വ്യക്തി ആർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അവരുടെ സുപ്പീരിയർ ആയിട്ടുള്ള ആളുകൾ ആരെങ്കിലും അത് ആർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, റിപ്പോർട്ടിംഗ് ടു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ വർക്കിംഗ് കണ്ടീഷൻസ്, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ വർക്കിംഗ് കണ്ടീഷൻസ്, ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങള്. പിന്നെ ജോബ് ഡ്യൂട്ടീസ്, ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ചുമതലകള്, ഉത്തരവാദിത്തങ്ങള്. മെഷീൻസ് ടു ബി യൂസ്ഡ്, നമ്മൾ ആ ജോലിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന മെഷീൻസുകള് അല്ലെങ്കിൽ മെത്തേഡുകള്, ടൂൾസുകള്, ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്. പിന്നെ ഹസാർഡ്സ് ആണ്. ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചാലഞ്ചസുകളാണ് കേട്ടോ, വെല്ലുവിളികൾ എന്നൊക്കെ പറയുന്നത്. ആ ജോലി സംബന്ധമായിട്ട് വരുന്ന റിസ്കുകള് അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ ചാലഞ്ചസുകള്, സ്ട്രഗിൾസ്, അതൊക്കെയാണ് അവിടെ ഹസാർഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തുന്നത്, ജോബ് ഡിസ്ക്രിപ്ഷൻ അകത്ത് ഉൾപ്പെടുത്തുന്നത്. ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരുന്ന കാര്യങ്ങൾ എന്താണ്, ഇപ്പോഴേ തന്നെ പഠിച്ചു പോകുക കേട്ടോ. ആ ജോലിയെ സംബന്ധിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജോബ് ടൈറ്റില്, അതുപോലെ ജോബ് ലൊക്കേഷൻ, ജോബ് സമ്മറി, അതുപോലെ ആർക്കാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്, ജോബ് ഡ്യൂട്ടീസ്, അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കിംഗ് കണ്ടീഷൻസ്, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനറീസ്, മറ്റു ടൂൾസുകള്, പിന്നെ അതിന്റെ ഹസാർഡ്സ്. ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ ആ ജോലിയുടെ റിസ്കുകളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിസ്കുകള് അല്ലെങ്കിൽ ചാലഞ്ചസുകള്. ഓക്കെ, ക്ലിയർ? അത് നോട്ട് ചെയ്യുന്നു കേട്ടോ. അടുത്തത് ജോബ് സ്പെസിഫിക്കേഷൻ ആണ്. സ്പെസിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ ആ ഒരു ജോലിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് വേണ്ട ചില എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള സ്കില്ലുകളും മറ്റുമാണ് അവിടെ വരുന്നത് അല്ലെ. ജോബ് സ്പെസിഫിക്കേഷനിൽ വരുന്ന എന്തൊക്കെയാണ്, ക്വാളിഫിക്കേഷൻസ് അല്ലെ, ആ ജോലിയുമായിട്ട് ആ ജോലിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ്, സ്കില്ലുകള്, പിന്നെ ട്രെയിനിങ്. ചില ജോലികൾ നമുക്ക് ചെയ്യുമ്പോൾ എന്ത് വേണ്ടി വരും, ട്രെയിനിങ് ആവശ്യമായിട്ട് വരും. നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ട്രെയിനിങ് വേണ്ടി വരും. പിന്നെ വരുന്നത് റെസ്പോൺസിബിലിറ്റീസ് ആണ്, ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഉത്തരവാദിത്തങ്ങള്. അതുപോലെ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതൊക്കെ അവിടെ ഉദ്ദേശിക്കുന്ന ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താ, ചില ജോലികൾക്ക് ഭയങ്കര സ്ട്രെസ് കൂടുതലായിരിക്കും അല്ലെ. വളരെ സ്ട്രെസ് ഉള്ള ജോലികളുണ്ട്, ഫിസിക്കൽ സ്ട്രെസ്സും മെന്റൽ സ്ട്രെസ്സും ഒക്കെ ഉള്ള ജോലികളുണ്ട് അല്ലെ. ഓക്കെ, ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് സ്ട്രെസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ടീം വർക്ക്, അതൊക്കെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ് അല്ലെ. സ്ട്രെസ് മാനേജ് ചെയ്യുക, അതുപോലെ ടീം വർക്കായിട്ട് ഒരാൾ നമ്മൾ ടീം വർക്കായിട്ട് ചെയ്യുമ്പോൾ ടീമായിട്ട് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് എന്ത് വേണം, അതിനൊരു കഴിവ് നമുക്ക് വേണം അല്ലെ. ചില ആളുകൾക്ക് എല്ലാവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഒരു ടീം വർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു സ്കില്ലാണ്. അതെല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരും ഒന്നിച്ച് കൊളാബറേറ്റ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് കുറെ പേര് ഇമോഷണൽ ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ ഉദ്ദേശിക്കുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്ട്രെസ് മാനേജ്മെന്റ്, ടീം വർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. പിന്നെ വരുന്നത് സെൻസറി ഡിമാൻഡ്സ് ആണ്. സെൻസറി ഡിമാൻഡ്സ് പറയുന്നത് ചില ജോലികൾക്ക് ഇപ്പൊ ഫിസിക്കൽ റിക്വയർമെന്റ്സ്, സെൻസറി റിക്വയർമെന്റ്സ് ഒക്കെ ആവശ്യമായിട്ടുള്ള ജോലികളുണ്ട് അല്ലെ. ഫിസിക്കൽ ആയിട്ട് നമ്മൾ എഫർട്ട് എടുത്ത് ചെയ്യേണ്ട ചില ജോലികളുണ്ട്. അതുപോലെ സെൻസറി റിക്വയർമെന്റ്സ്, അപ്പൊ നമ്മൾ കണ്ട് മനസ്സിലാക്കുക, കണ്ടുകൊണ്ട് ചെയ്യേണ്ട ജോലി, കേട്ടുകൊണ്ട് ചെയ്യേണ്ട ജോലികള്, അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ് സെൻസറി ഡിമാൻഡ്സിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, എന്തൊക്കെയാണ് സ്പെസിഫിക്കേഷൻ വരുന്നത്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, സ്കില്ലുകള്, ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ്, ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, സെൻസറി ഡിമാൻഡ്സ് ഒക്കെ ഏതിനകത്താ വരുന്നത്,
ജോബ് സ്പെസിഫിക്കേഷൻ ആണ് വരുന്നത് കേട്ടോ. ചിലപ്പോൾ ആ പോയിന്റ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇത് ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നതാണോ ജോബ് സ്പെസിഫിക്കേഷനിൽ വരുന്നതാണോ അങ്ങനെ ചോദിക്കാം, തിരിച്ചും ചോദിക്കാം കേട്ടോ. ആ രണ്ട് ബോക്സും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ, കുറച്ച് സ്പീഡ് കുറച്ചാണ് എടുക്കണേ കേട്ടോ. അന്നലെ ആരാണ് എന്നോട് പറഞ്ഞേ? ഷമീർ ബാബു അല്ലെ? ഷമീർ ബാബു ഒന്നും എനിക്ക് പറഞ്ഞേ കുറച്ച് സ്പീഡ് കുറയ്ക്കണം. അതുകൊണ്ട് ആ സ്പീഡ് വെച്ച് കുറച്ചാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കാം, പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് ലാസ്റ്റ് നമ്മുടെ ടോപ്പിക് ആണ് പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ്. ജോബ് അനാലിസിസിന്റെ പർപ്പസ് എന്താണ്? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജോബ് അനാലിസിസ് നടത്തുന്നത്? ഇതിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഉണ്ട്. എന്താണ് അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം ജോബ് ഡിസൈനിന്റെ പർപ്പസ് നമുക്കറിയാം അല്ലെ? എന്താണ്? ആ ജോലിനെ ഷേപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ജോലിയിലുള്ള വിരസത ഒഴിവാക്കി ആളുകൾക്ക് ജോലി ചെയ്യാനുള്ള ഒരു സംതൃപ്തി വർദ്ധിപ്പിക്കുക, അതിലൂടെ അവരുടെ ഉത്പാദനക്ഷമത കൂട്ടുക, അതിലൂടെ ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് കൂട്ടുക. ഇതൊക്കെയാണ് നമ്മൾ ജോബ് ഡിസൈനിന്റെ പർപ്പസ് അല്ലെ? അത് ലക്ഷ്യമിടുന്നത് അതാണ്, അപ്ഡേറ്റ് ചെയ്യാന്നുള്ളത്. അതുപോലെ തന്നെ ജോബ് അനാലിസിസിന്റെ പർപ്പസ് എന്താണെന്നാണ് ഇനി നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കാം, ജോബ് അനാലിസിസ് പ്ലേസ് an important role in recruitment and selection, job evaluation, job designing, deciding compensation and benefits packages, performance appraisal, analyzing training and developmental needs, assessing the worth of the job, and increasing personal as well as organizational productivity. എല്ലാ പോയിന്റുകളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ പോയിന്റും ഇവിടെ വന്നിട്ടുണ്ട്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അത് തന്നെ സെയിം പോയിന്റുകളായിട്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. അതായത് ഒരു ജോബ് അനാലിസിസിന് ഒരു പ്രധാനപ്പെട്ട റോള് വരുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് നമ്മുടെ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. എങ്ങനെയാണെന്ന് നമുക്ക് ഇനി പഠിക്കാം. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനിൽ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അതുപോലെ ജോബ് ഇവാലുവേഷൻ, ജോബ് ഡിസൈനിങ്, പിന്നെന്താണ് ഡിസൈഡിങ് കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ്സ് പാക്കേജ്. നമ്മൾ എംപ്ലോയീസിന്റെ പേയ്മെന്റുകൾ, അവർക്ക് കൊടുക്കുന്ന കോമ്പൻസേഷൻസ്, ബെനിഫിറ്റ്സ് പാക്കേജ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നതിൽ അതിന്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ പെർഫോമൻസ് അപ്രൈസൽ, അതായത് നമ്മൾ എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിൽ ജോബ് അനാലിസിസിന് ഒരു പ്രധാന റോൾ ഉണ്ട്. അതുപോലെ അനലൈസിങ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നീഡ്സ്, ട്രെയിനിങ് ഡെവലപ്മെന്റൽ നീഡ്സുകൾ അനലൈസ് ചെയ്യുന്നത്. ചില ജോലികൾ ചെയ്യാൻ നമുക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരും. ട്രെയിനിങ് വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ ജോബ് അനാലിസിസിന് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. അതുപോലെ തന്നെ അസസിങ് ദ വർത്ത് ഓഫ് എ ജോബ്, ഒരു ജോലിയുടെ വർത്ത് എന്നുവെച്ചാൽ ആ ഒരു ജോബിന്റെ മൂല്യം എന്താണ്, ജോലിയുടെ വാല്യൂ എത്രത്തോളം വാല്യൂഡ് ആയിട്ടുള്ള ഒരു ജോബാണ് ആ ഒരു ജോലിനെ അസസ് ചെയ്യുന്നതിന്. പിന്നെ എന്താണ് എംപ്ലോയീസിന്റെയും അതോടൊപ്പം നമ്മുടെ സ്ഥാപനത്തിന്റെയും പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിലൊക്കെ ആർക്ക് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്? ജോബ് അനാലിസിസ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിലൊക്കെയാണെന്നാണ് ആ പോയിന്റ് കൊടുത്തിരിക്കുന്നത്. അത് ഇതേ പോയിന്റുകളായിട്ട് തന്നെ ആ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ്, ഈ പോയിന്റുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. എന്തൊക്കെയാന്ന് നോക്കി ഇവിടെ പറഞ്ഞത് തന്നെയാണ്. പെർഫോമൻസ് അനാലിസിസ്, ബ്രാക്കറ്റിൽ ഇവാലുവേഷൻ അപ്രൈസൽ. പെർഫോമൻസ് അനാലിസിസ് അതായത് ആരുടെ പെർഫോമൻസ് ആണ്? എംപ്ലോയീസിന്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യുന്നതിന് അത് സഹായിക്കുന്നുണ്ട് അല്ലെ? പിന്നെ കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന ബെനിഫിറ്റുകള് അല്ലെ? അവർക്ക് കൊടുക്കുന്ന സാലറി ആയിട്ടും സാലറി അല്ലാതെയൊക്കെ നമ്മൾ കൊടുക്കുന്ന ബെനിഫിറ്റ്സ്, റിവാർഡ്സ്, മറ്റ് ഇൻസെന്റീവ്സ്, ഇതെല്ലാം തന്നെ നിശ്ചയിക്കുന്നതിൽ ജോബ് അനാലിസിസിന് പ്രധാനപ്പെട്ട പങ്കുണ്ട്. പിന്നെ നോക്കിയേ, ജോബ് ഡിസൈനിങ്, റീഡിസൈനിങ്, എൻറിച്ച്മെന്റ്, എൻലാർജ്മെന്റ്, ഇതിലൊക്കെ എന്തിന്റെ റോൾ ഉണ്ട്? ജോബ് അനാലിസിസിന്റെ റോള് വരുന്നുണ്ട്. അതുപോലെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നീഡ് അനാലിസിസ്. പിന്നെയോ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ മീൻസ് എന്താണ്? ക്രിയേറ്റിംഗ് റൈറ്റ് ഫിറ്റ് ബിറ്റ്വീൻ ദ ജോബ് ആൻഡ് കാൻഡിഡേറ്റ്. അതാണ് നമ്മുടെ ഉദ്ദേശിക്കുന്നത്. ഈ പോയിന്റുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. അതിന്റെ എക്സ്പ്ലനേഷൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കത് നോക്കിയാലോ? പോയിന്റുകൾ മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. ജോബ് അനാലിസിസ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. അല്ലെ? റിക്രൂട്ട്മെന്റിലും സെലക്ഷനിലും എംപ്ലോയീസിനെ, കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുന്നതിനും. ശരിക്കും അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഫൈൻഡ് ദ റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബ്. ഫൈൻഡ് ദ
റൈറ്റ് കാൻഡിഡേറ്റ് ഫോർ എ ജോബ്. ഇവിടെ ജോലിക്ക് ഏറ്റവും ആവശ്യമായിട്ട് അനുയോജ്യനായിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിനെങ്ങനെയാണ് ജോബ് അനാലിസിസ് സഹായിക്കുന്നത് നോക്കിയേ. ജോബ് അനാലിസിസ് ഹെൽപ്സ് ഇൻ ഡിറ്റർമിനിങ് what type of person is required to perform a particular job. അതായത് ഒരു പർട്ടിക്കുലർ ജോബ്, ആ ഒരു ജോലി ചെയ്യുന്നതിന് എങ്ങനെയുള്ള ആളുകളാണ് ആവശ്യമായിട്ടുള്ളത് എന്ന് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ജോബ് അനാലിസിസ് സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് അങ്ങനെ സഹായിക്കുന്നത്? നമുക്കറിയാം, ജോബ് അനാലിസിസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ പഠിച്ചതാണ് അല്ലെ. നമ്മളൊരു ജോബിനെ പറ്റിയിട്ട് വിശകലനം ചെയ്യുന്ന പ്രോസസ്സാണ് അല്ലെ. ആ ജോലിയിൽ വരുന്ന ടാസ്കുകളും റെസ്പോൺസിബിലിറ്റീസും ആ ജോബിന്റെ റിക്വയർമെന്റും അതുകൊണ്ട് ലക്ഷ്യമിടുന്ന കാര്യങ്ങളും അത് നല്ല രീതിയിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കില്ലുകള്, ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ ആ ജോലിയെ പറ്റിയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വിശകലനം ചെയ്യുന്നു. അപ്പൊ അതിൽ നിന്നുമൊക്കെ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ സ്കില്ലുകൾ വേണം, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ചുള്ള കാൻഡിഡേറ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തെരഞ്ഞെടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ശരിയല്ലേ? ആ ജോലി എന്തെന്ന് അറിഞ്ഞിട്ട് വേണം, ആ ജോലിയുടെ വിവരങ്ങൾ അറിഞ്ഞിട്ട് വേണം അതിന് പറ്റിയ ആളുകളെ നമുക്ക്, അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് കണ്ടെത്താൻ അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ജോബ് അനാലിസിസ് എന്തിനു സഹായിക്കുന്നുണ്ട്? റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ് പോയിന്റ്സ് ഔട്ട് ദ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, ലെവൽ ഓഫ് എക്സ്പീരിയൻസ് and technical, physical, emotional and personal skills required to carry out a job in desired fashion. അതല്ലേ നമ്മൾ ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു ജോബ് അനാലിസിസിൽ എന്തൊക്കെ കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്? എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, അതുപോലെ അതിന് വേണ്ട എക്സ്പീരിയൻസ്, പിന്നെ ആ ജോലി ഏറ്റവും ഡിസൈഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ, ഫിസിക്കൽ, ഇമോഷണൽ, പേഴ്സണൽ ആയിട്ടുള്ള സ്കില്ലുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം തന്നെ നമ്മൾ അവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അതനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു കാൻഡിഡേറ്റിനെ റിക്രൂട്ട് ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ലാസ്റ്റ് പോയിന്റ് നോക്കിയേ. ദ ഒബ്ജക്റ്റീവ് ഇസ് ടു പുട്ട് ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് പ്ലേസ്. അതാണ് അതിന്റെ ചുരുക്കം. ഇതാണ് ടു ഫൈൻഡ് ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് പ്ലേസ് അല്ലെ. നമ്മുടെ ജോലിക്ക് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ കണ്ടെത്താനായിട്ട് എന്ത് സഹായിക്കുന്നു? ജോബ് അനാലിസിസ് സഹായിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനിൽ ആർക്ക് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്? ജോബ് അനാലിസിസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അതിന്റെ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ജോബ് അനാലിസിസ് എങ്ങനെയാണ് റിക്രൂട്ട്മെന്റിനും സെലക്ഷനും സഹായിക്കുന്നത് എന്നത് കേട്ടോ. രണ്ടാമത്തത് പെർഫോമൻസ് അനാലിസിസ്. ആരുടെ പെർഫോമൻസ് ആണ്? എംപ്ലോയീസിന്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യുന്നതിനും എന്ത് സഹായിക്കുന്നുണ്ട്? ജോബ് അനാലിസിസ് സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. The job analysis is done to check if the goals and objectives of a particular job are met or not. നമ്മൾ ഒരു ജോബ് അനാലിസിസിലൂടെ ആ ഒരു ജോലി അതിൻ്റെതായ ലക്ഷ്യങ്ങൾ നിറവേറ്റിയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് എന്തിലൂടെ സാധിക്കും? ജോബ് അനാലിസിസിലൂടെ സാധിക്കില്ലേ? നമ്മളൊരു ജോബിനെ അനലൈസ് ചെയ്യുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വിശകലനം ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ആ ജോബിന്റെ റിക്വയർമെന്റ് എന്താണ്, അല്ലെങ്കിൽ ആ ജോലി കൊണ്ട് എന്താണ് ലക്ഷ്യമിടുന്നത്, ആ ലക്ഷ്യങ്ങൾ അവിടെ നിറവേറ്റപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് എന്തിലൂടെ സാധിക്കും? ജോബ് അനാലിസിസിലൂടെ സാധിക്കും. അപ്പോ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസൈഡിങ് ദ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്, ഇവാലുവേഷൻ ക്രൈറ്റീരിയ ആൻഡ് ഇൻഡിവിജ്വൽസ് ഔട്ട്പുട്ട്. അപ്പൊ അതിലൂടെ നമുക്ക് ആ ഒരു പെർഫോമൻസ് വിലയിരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകള്, ക്രൈറ്റീരിയാസ്, പിന്നെ എംപ്ലോയീസിന്റെ ഔട്ട്പുട്ട്, ഇൻഡിവിജ്വൽസ് ഓരോരുത്തരുടെയും ഔട്ട്പുട്ട്, ഇതൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ട് നമുക്ക് അതിലൂടെ സാധിക്കുമെന്നാണ് പറയുന്നത്. സഹായിക്കും. ജോബ് അനാലിസിസിലൂടെ നമുക്ക് ആ ഒരു പെർഫോമൻസിനെ വിലയിരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ എന്തൊക്കെയാണ്, ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, അതുപോലെ ഇൻഡിവിജ്വൽസിന്റെ ഔട്ട്പുട്ട് അത് ഇവാലുവേറ്റ് ചെയ്യാനുള്ള എല്ലാ സ്റ്റാൻഡേർഡുകളും അതുപോലെ ക്രൈറ്റീരിയാസും ഒക്കെ ഡിസൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജോബ് അനാലിസിസ് സഹായിക്കുന്നുണ്ട്. ഓൺ ദിസ് ബേസിസ് the overall performance of an employee is measured and he or she is evaluated accordingly. അതിനനുസരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ എംപ്ലോയിയുടെ മൊത്തത്തിലുള്ള പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? മെഷർ ചെയ്യുന്നു. അതനുസരിച്ച് നമ്മൾ അവരെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതാണ് എന്ത്? പെർഫോമൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ പെർഫോമൻസ് അനാലിസിസിലും എന്തിന് പ്രധാനപ്പെട്ട റോൾ ഉണ്ട്? ജോബ് അനാലിസിസിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ അത് നിറവേറ്റിയോ ഇല്ലയോ എന്നൊക്കെ
കണ്ടെത്താൻ ചെക്ക് ചെയ്യുന്നതിനായിട്ട് ജോബ് അനാലിസിസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഒരു ജോബ് അനാലിസിസ് ട്രെയിനിങ്ങിനും ഡെവലപ്മെന്റിനും സഹായിക്കുന്നത് നോക്കിയേ. ജോബ് അനാലിസിസ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നീഡ്സ് ഓഫ് എംപ്ലോയീസ്. കേട്ടോ, ഒരു ജോബ് അനാലിസിസ് നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്താം? ഒരു എംപ്ലോയീസിന്റെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നീഡ്സ് അത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ജോബ് അനാലിസിസ് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതായത് ഒരു എംപ്ലോയിക്ക് ആ ജോലി ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ് വേണമോ വേണ്ടയോ, ആ ട്രെയിനിങ് അല്ലെങ്കിൽ അതിൽ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരിക്കും, അതിലൂടെ അവരുടെ ഡെവലപ്മെന്റിൽ ഗ്രോത്ത്, ഇതിനെയൊക്കെ എന്താണ് ഡിസൈഡ് ചെയ്യാനായിട്ട് ജോബ് അനാലിസിസ് സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയെന്നറിയോ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എക്സ്പെക്ടഡ് ആൻഡ് ആക്ച്വൽ ഔട്ട്പുട്ട് ഡിറ്റർമൈൻസ് ദ ലെവൽ ഓഫ് ട്രെയിനിങ് ദാറ്റ് നീഡ്സ് ടു ബി ഇംപാർട്ടഡ് ടു എംപ്ലോയീസ്. ഇപ്പൊ നമ്മളൊരു ജോലിക്ക് കയറുന്ന സമയത്ത് ചില ജോലികൾക്കൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഏതൊരു ജോലിയിൽ കയറുന്ന സമയത്ത് ഒരു പ്രൊബേഷൻ പീരീഡ് ഉണ്ടാവും, ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ടാവും. അപ്പൊ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ട്. ഒരു ജോബ് റോള്, ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മളൊരു ജോലിനെ ഒരു എംപ്ലോയിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്തു, ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ട്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ട്. ആ ഒരു ഔട്ട്പുട്ടും നിലവിലുള്ള ഔട്ട്പുട്ടും ആക്ച്വൽ ഔട്ട്പുട്ടും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അതിലൂടെ നമുക്ക് നിശ്ചയിക്കാൻ പറ്റും ട്രെയിനിങ് വേണോ വേണ്ടയോ. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഔട്ട്പുട്ടിലോട്ട് എംപ്ലോയിയുടെ പെർഫോമൻസ് എത്തുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല. അതേസമയം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ടും നിലവിലുള്ള ഔട്ട്പുട്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ചില പോരായ്മകളുണ്ട്, ഇംപ്രൂവ്മെന്റ് ആവശ്യമുണ്ടെന്നാണ് എന്റെ അർത്ഥം. അങ്ങനെ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ആ ഒരു ഡിഫറൻസ് വരുമ്പോൾ തന്നെ നമുക്ക്, ആ ഗ്യാപ്പ് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിന് നമുക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് ഇവിടെ പറയുന്നത്. ജോബ് അനാലിസിസിലൂടെ നമുക്ക് ട്രെയിനിങ് വേണമോ വേണ്ടയോ എന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അത് ആ ഒരു ഗ്യാപ്പ് അനുസരിച്ചിട്ടാണ്, ആ ഒരു എക്സ്പെക്ടഡ് ഔട്ട്പുട്ടും ആക്ച്വൽ ഔട്ട്പുട്ടും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിലൂടെയാണ് നമുക്കത് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ ഡിഫറൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതൊരു ഗ്യാപ്പ് ഉണ്ട്, പോരായ്മയുണ്ട്, നമ്മൾ പ്രതീക്ഷിച്ച റാങ്കിങ്ങിലോട്ട് അവിടെ എത്തുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായാൽ അത് അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വേണോ വേണ്ടയോ, ട്രെയിനിങ് കൊടുക്കണോ വേണ്ടയോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു ജോബ് അനാലിസിസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ആൾസോ ഹെൽപ്സ് ഇൻ ഡിസൈഡിങ് ദ ട്രെയിനിങ് കണ്ടന്റ്, ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ് ടു ബി യൂസ്ഡ് ടു കണ്ടക്ട് ട്രെയിനിങ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്. അത് മാത്രമല്ല, നമുക്ക് ആ ട്രെയിനിങ്ങിന്റെ കണ്ടന്റ്, എന്തൊക്കെ ടൂൾസും എക്യുപ്മെന്റ്സ് ആണ് ആ ഒരു ട്രെയിനിങ് കണ്ടക്ട് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്, ഏത് മെത്തേഡ് ഓഫ് ട്രെയിനിങ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ട്രെയിനിങ്ങിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ. അവിടെ നമുക്ക് കുറച്ചും കൂടെ ട്രെയിനിങ്ങിനെ പറ്റി മനസ്സിലാവും. ഇത്രയും അറിഞ്ഞിരിക്കാം ട്രെയിനിങ്ങിന്റെ കണ്ടന്റ് എന്താണ്, ആ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ് എന്തൊക്കെയാണ്, ഏതൊക്കെ മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്ക് ട്രെയിനിങ് കൊടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനായിട്ട് ജോബ് അനാലിസിസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തതോ കോമ്പൻസേഷൻ മാനേജ്മെന്റ് അല്ലെ. കോമ്പൻസേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന പേയ്മെന്റുകള്, ബെനിഫിറ്റ്സുകള്, മറ്റാനുകൂല്യങ്ങള്, അതൊക്കെയാണ് നമ്മൾ അവിടെ കോമ്പൻസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കാം, ഇന്ത്യയില് ജോബ് അനാലിസിസ് പ്ലേസ് എ സിഗ്നിഫിക്കന്റ് വാല്യൂ ഇൻ ഡിസൈഡിങ് the pay packages and extra perks and benefits and fixed and flexible employee requirements. അതായത് നമ്മൾ ഒരു ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എംപ്ലോയീസിന് കൊടുക്കുന്ന പേ പാക്കേജസ്, അവർക്ക് കൊടുക്കുന്ന പേയ്മെന്റ്സ്, അവർക്ക് നമ്മൾ കൊടുക്കുന്ന ബെനിഫിറ്റ്സ്, പെർക്സ് എന്നൊക്കെ പറഞ്ഞാൽ പെർക്വിസൈറ്റ്സ് എന്ന് പറയും. അതായത് നമ്മൾ നോർമൽ അവരുടെ സാലറി വേതനത്തിനപ്പുറത്തേക്ക് നമ്മൾ അവർക്ക് കൊടുക്കുന്ന മറ്റു ആനുകൂല്യങ്ങൾ കേട്ടോ. അതായത് ഇൻസെന്റീവ്സ് ഒക്കെ കൊടുക്കാം, റിവാർഡ്സ് കൊടുക്കുക, റെക്കഗ്നീഷൻസ് കൊടുക്കുക, അതൊക്കെ പെർക്കിൽ വരുന്ന കാര്യമാണ്. കമ്പനി കാറ് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അലവൻസുകൾ കൊടുക്കുക. അതായത് അവരുടെ നോർമൽ സാലറി അല്ലെങ്കിൽ വേജിനപ്പുറത്തേക്ക് നമ്മൾ കൊടുക്കുന്ന കുറെ ആനുകൂല്യങ്ങളാണ്. അതിനെയാണ് നമ്മൾ പെർക്സ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, 4ാമത്തെ എന്നിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന എംപ്ലോയീസിന്റെ പേ പാക്കേജസ്, പെർക്സ്, ബെനിഫിറ്റ്സ്, റിവാർഡ്സുകൾ, ഇതൊക്കെ തീരുമാനിക്കുന്നതിനായിട്ട് ജോബ് അനാലിസിസ് സഹായിക്കുന്നുണ്ട്. ആഫ്റ്റർ ഓൾ ദ പേ പാക്കേജ് ഡിപ്പെൻഡ്സ് ഓൺ ദ പൊസിഷൻ, ജോബ് ടൈറ്റിൽ ആൻഡ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ എ ജോബ്. ശരിയാണ് അല്ലെ. നമ്മൾ ഒരു ജോലിക്ക് കൊടുക്കുന്ന ആ ഒരു പേ സ്ട്രക്ചർ,
ആ പേ പാക്കേജ് എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്? ഒന്ന് ആ ജോലിയുടെ പൊസിഷൻ അല്ലെ, ആ ജോലിയുടെ ആ ഒരു പൊസിഷൻ എന്താണ്, ആ ജോബ് ടൈറ്റിൽ എന്താണ്, അതുപോലെ ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിന്റെ പേയ്മെന്റ് തീരുമാനിക്കുന്നത്. ഒരു ക്ലർക്കിന്റെ പേയ്മെന്റ് ആയിരിക്കില്ല ഒരു മാനേജർക്ക് ഉണ്ടാവാം അല്ലെ, ഒരു മാനേജറിന്റെ പേയ്മെന്റ് ആയിരിക്കില്ല ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഉണ്ടാവാം. വ്യത്യാസമുണ്ട്. കാര്യം എന്താണ്, ഓരോ ജോലിയിൽ വരുന്ന ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും അതിന്റെ പൊസിഷനൊക്കെ എന്താണ്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു പേ പാക്കേജ് എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. ഇത് മാത്രമല്ല, the process directs HR managers in determining an employee's value for a particular job offer. മാത്രമല്ല, നമുക്ക് ഈ ജോബ് അനാലിസിസിലൂടെ HR മാനേജർ ആ ജോലി ചെയ്യുന്ന എംപ്ലോയീസിനെ വാല്യൂ ചെയ്യാനും അല്ലെ, അവരെ വാല്യൂ ചെയ്യുന്നതിനും എന്ത് സഹായിക്കുന്നുണ്ട്, ജോബ് അനാലിസിസ് സഹായിക്കുന്നുണ്ട്. കാരണം നമ്മളൊരു ജോബ് അനലൈസ് ചെയ്യുമ്പോൾ ആ ജോലിയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ മനസ്സിലാക്കുകയാണ്. ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിശകലനം നമ്മൾ നടത്തുകയാണ്. അങ്ങനെ നടത്തുമ്പോൾ അറിയാൻ പറ്റും ആ റെസ്പോൺസിബിലിറ്റിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് ചെയ്യാനായിട്ട്. അങ്ങനെയൊക്കെ മനസ്സിലാവുമ്പോഴാണ് അതിനനുസരിച്ച് വാല്യൂ ചെയ്യാനും അതിനനുസരിച്ചുള്ള പേയ്മെന്റ് ഒക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാനും സാധിക്കുള്ളൂ. ഓക്കെ, ഇതാണ് അവിടെ കാണിക്കുന്നത്. ലാസ്റ്റ് വരുന്നത് ജോബ് ഡിസൈനിങ് ആൻഡ് റീഡിസൈനിങ്. ഓൾറെഡി നമുക്കറിയാലോ, അങ്ങനെ ഞാൻ പറഞ്ഞു, ജോബ് അനാലിസിസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു ജോബിനെ ഷേപ്പ് ചെയ്തെടുക്കുന്നത് അല്ലെ, ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ റീഡിസൈൻ ചെയ്യുകയോ റീസ്ട്രക്ചർ ഒക്കെ ചെയ്യുന്നത് നമ്മൾ ജോബ് അനാലിസിസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾക്കനുസരിച്ചിട്ടാണ് അല്ലെ. അപ്പൊ നോക്കൂ, the main purpose of job analysis is to streamline the human efforts and get the best possible output അല്ലെ. അതെ, ഒരു ജോബ് അനാലിസിസ് കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഹ്യൂമൻ എഫർട്ട്സ് സിംപ്ലിഫൈ ചെയ്യാന്നുള്ളതാണ് അല്ലെ. ഹ്യൂമൻ എഫർട്ട് അല്ലെ, ആ ഒരു മാനുവൽ എഫർട്ട് അവിടെ കുറച്ച് എന്നാൽ ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ജോബ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജോബ് അനലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ആ ജോബിനെ സിംപ്ലിഫൈ ചെയ്യുന്നതിന് തുല്യമാണ്. അതിന് മാക്സിമം അതിന്റെ ഹ്യൂമൻ എഫേർട്സ് കുറച്ച് നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ജോബ് അനാലിസിസ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസൈനിങ്, റീഡിസൈനിങ്, enriching, evaluating, and also cutting back and adding extra responsibilities in a particular job. അല്ലെ, ഇതെന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്, ജോബ് ഡിസൈനിങ്ങിന് സഹായിക്കുന്നുണ്ട്, റീഡിസൈനിങ്ങിന് സഹായിക്കുന്നുണ്ട്, എൻറിച്ച്മെന്റിന് സഹായിക്കുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം ആ ജോലിയിൽ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ് ആഡ് ചെയ്യാനും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ചില റെസ്പോൺസിബിലിറ്റീസ് കട്ട് ചെയ്ത് കളയുന്നതിനും എല്ലാത്തിനും എന്ത് സഹായിക്കുന്നുണ്ട്, ജോബ് അനാലിസിസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ദിസ് ഈസ് ഡൺ ടു എൻഹാൻസ് എംപ്ലോയീസ് സാറ്റിസ്ഫാക്ഷൻ while increasing the human output. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷൻ എൻഹാൻസ് ചെയ്യാം അല്ലെ, പരമാവധി നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കി എടുത്തുകൊണ്ട് എന്നാൽ അവരുടെ സംതൃപ്തി എന്താണ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. അവരിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാം, എന്നാൽ അവർക്ക് ആ ജോലിയുടെ നല്ലൊരു സംതൃപ്തി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നമ്മൾ പഠിച്ചത് എന്താണ്, പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ് ആണ് കേട്ടോ. ജോബ് അനാലിസിസിന്റെ പർപ്പസ് ആണ്. അപ്പൊ ജോബ് അനാലിസിസിന് എവിടെയൊക്കെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനിൽ പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ നമ്മൾ പറഞ്ഞത്, പെർഫോമൻസ് അനാലിസിസ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ മാനേജ്മെന്റ്, ജോബ് ഡിസൈനിങ് ആൻഡ് റീഡിസൈനിങ്, ഇതിലെല്ലാത്തിലും തന്നെ ജോബ് അനാലിസിസ് ഒരു പ്രധാനപ്പെട്ട പങ്ക്. ഓക്കെ, ഇതോടുകൂടിയിട്ട് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററുടെ സാധിക്കുകയാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു വെച്ചാറിനെ പറ്റി ഇൻട്രൊഡക്ഷൻ അല്ലെ, ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ചാപ്റ്റർ ആണ്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണെന്ന് അതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ചെയ്തു. പിന്നെ HRM-ന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പഠിച്ചത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും പേഴ്സണൽ മാനേജ്മെന്റും തമ്മിലുള്ള വ്യത്യാസം അല്ലെ. ഒരെണ്ണം ടാസ്ക് ഓറിയന്റഡ് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ, ഒരെണ്ണം പീപ്പിൾ ഓറിയന്റഡ് ആണ്, ഇതൊക്കെ പറഞ്ഞിട്ട് ഓർമ്മയുണ്ടല്ലോ. അവ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പിന്നെ HR ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു, ലൈൻ മാനേജറുടെ ഡ്യൂട്ടി, ഹ്യൂമൻ റിസോഴ്സ് മാനേജറുടെ ഡ്യൂട്ടി. പിന്നെ നമ്മൾ എന്താണ് ജോബ് ഡിസൈൻ, ജോബ് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ സിഗ്നിഫിക്കൻസ്. നമ്മൾ പഠിച്ചത് ജോബ് അനാലിസിസ് ആണ്. ജോബ് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു. എത്രയാണ് ഈ ചാപ്റ്ററിനകത്ത് വരുന്നത്? ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ആണോ? മനസ്സിലായ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് എല്ലാവർക്കും?
ഓക്കെ, നമ്മളിപ്പോ പഠിച്ച ആ പർപ്പസ് ഓഫ് ജോബ് അനാലിസിസിലെ അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കി. പറഞ്ഞില്ലേ പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ്, അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എച്ച്ആർഎമ്മിന്റെ മോഡൽസ് ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. 4 മോഡലുകളൊക്കെ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. കോംപ്രൺ മോഡൽ, അതുപോലെ ഹാർവാർഡ് മോഡൽ, വെസ്റ്റ് മോഡൽ, വാർവിക് മോഡൽ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുപോലെ എച്ച്ആറിന്റെ ഫംഗ്ഷൻസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഒബ്ജക്റ്റീവ്സ് ഇതൊക്കെ നോക്കി വെക്കണം കേട്ടോ. അതുപോലെ പേഴ്സണൽ മാനേജ്മെന്റ് എന്താണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണ് എന്നുള്ളതൊക്കെ അവ തമ്മിലുള്ള ഡിഫറൻസുകള്. പിന്നെ എച്ച്ആർ മാനേജർ, ലൈൻ മാനേജർ ഡ്യൂട്ടീസ്, ജോബ് ഡിസൈൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മോഡൽ നമ്മൾ പഠിച്ചു അല്ലെ. ഹാക്മാൻ ഓൾഡമിന്റെ ഒരു മോഡൽ അല്ലെ, ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ. ഇതൊക്കെയാണ് നമ്മൾ ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായല്ലോ ചാപ്റ്റർ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ 3rd ചാപ്റ്റർ കേട്ടോ. അന്ന് ഞാൻ അടുത്ത് എടുക്കുന്നത് 3ാമത്തെ ചാപ്റ്റർ ആണ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കേട്ടോ. ഓക്കെ, ആ ഒരു ചാപ്റ്റർ ആണ് ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത്. ദിവ്യ, ഗുഡ് മോർണിംഗ്. ഇപ്പോഴാണ് ക്ലാസ് ജോയിൻ ചെയ്തത് ആണോ? അപ്പൊ നമുക്ക് 3rd ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. 3rd ചാപ്റ്റർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണ് കേട്ടോ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ചാപ്റ്റർ ആണ് അല്ലെ, ട്രെയിനിങ്ങും ഡെവലപ്മെന്റും അല്ലെ. അപ്പൊ നമ്മള് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ട്രെയിനിങ് ആണ് ഇനി പഠിക്കുന്നത്. അപ്പൊ ട്രെയിനിങ്ങിനെ പറ്റി കുറെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. ട്രെയിനിങ് എന്താണ്, അതുപോലെ തന്നെ ഇതിന്റെ മെത്തേഡുകൾ, ട്രെയിനിങ് മെത്തേഡുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസം, ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്, രണ്ട് കൺസെപ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ കുറെ കൂടി ഒരു ബ്രോഡർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഡെവലപ്മെന്റിലെ ഒരു വൺ ഓഫ് ദ കമ്പോണന്റ് മാത്രമാണ് എന്ത്, ട്രെയിനിങ് എന്ന് പറയുന്നത്. ഒരാളുടെ ഡെവലപ്മെന്റിന്റെ ചെറിയൊരു കമ്പോണന്റ് മാത്രമാണ് എന്ത്, ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ട്രെയിനിങ് ഡെവലപ്മെന്റ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ നമ്മള് 2 കൺസെപ്റ്റ് ഇവിടെ പഠിക്കുന്നുണ്ട്. ഒന്ന് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്, പിന്നെ ഒരു വേറൊരു കൂടിയുണ്ട് പെർഫോമൻസ് മാനേജ്മെന്റ്. ഈ 2 കൺസെപ്റ്റുകൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട് കേട്ടോ. പിന്നെ പെർഫോമൻസ് അപ്രൈസല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ലാത്ത ചാപ്റ്റർ ആണ്.
നമുക്ക് അത് നോക്കാം. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മൾ എന്തിനാ ട്രെയിനിങ് കൊടുക്കുന്നത്? ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ഒരു ജോലിയിലേക്ക് കയറുന്ന സമയത്ത് ട്രെയിനിങ് കൊടുക്കാറുണ്ട് അല്ലെ? പ്രൊബേഷൻ പീരീഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ആ ട്രെയിനിങ് സമയം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിന്റെ സ്കില്ല്, അവരുടെ നോളജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ട്രെയിനിങ് കൊടുക്കുന്നത്. ആ ഒരു പെർട്ടിക്കുലർ ജോബ് ആ ഒരു ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എംപ്ലോയീസിന് എന്ത് കൊടുക്കുന്നത്? ട്രെയിനിങ് കൊടുക്കുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. കൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ട്രെയിനിങ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ട്രെയിനിങ് ആണ് നോക്കുന്നത്. കൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ട്രെയിനിങ്. ട്രെയിനിങ് എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണ്? ഓക്കെ, നമുക്ക് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇവിടെ പഠിക്കാൻ കേട്ടോ. അപ്പൊ ആദ്യത്തെ ഒരു സെന്റൻസ് നോക്കാം. അതൊരു ഡെഫിനേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. Training is an organized activity for increasing the knowledge and skills of people for a definite purpose. Underline ചെയ്യാം കേട്ടോ. What is training എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? Training is an organized activity for increasing the knowledge and skills of people for a definite purpose. ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി. നമ്മുടെ പ്രത്യേക പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലിയാണ് അല്ലെ? ആ ഒരു ജോലി അല്ലെ, ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജോബ് അല്ലെ, അത് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നോളജ്, സ്കില്ലുകള്, ഇതൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി, സംഘടിതമായ ഒരു പ്രോസസ് ആണ്, ഒരു ആക്ടിവിറ്റി ആണ് എന്തെന്ന് പറയുന്നത്? ട്രെയിനിങ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അതൊരു ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി ആണെന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടാണ് ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി ആണെന്ന് പറയാൻ കാരണം? ബിക്കോസ് എന്താന്ന് വെച്ചാൽ അതില് ഒരുപാട്, ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്ന പോലെ ഈസി ഒന്നും അല്ല. ഇത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് വേണം, കോർഡിനേഷൻ വേണം, അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻസുകള്, കണ്ടന്റുകള്, ഇവാലുവേഷൻസ്, ഇതൊക്കെ ഉള്ളതാണ് ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല, ഒരു ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അവിടെ എംപ്ലോയീസ് മാത്രമല്ല വരുന്നത്, അതിന് ട്രെയിനേഴ്സ് വരുന്നുണ്ട്, ട്രെയിനിങ് കണ്ടന്റ് ഉണ്ട്, അതിന് പ്രത്യേകമായിട്ടൊരു ട്രെയിനിങ് കണ്ടന്റ് സിലബസ് ഉണ്ട്, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്, സംഘടിതമായിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഒരാളെ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല. ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒന്നാണ്, ഒരു ആക്ടിവിറ്റിയാണ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്ങും കോർഡിനേഷനും അതുപോലെ ഇൻഫർമേഷൻസും ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. ഇതെല്ലാം നമുക്ക് ഇവിടെ ആവശ്യമാണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അത് കൊടുക്കുന്നത്? ആ ഒരു സ്പെസിഫിക് ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കില്ല്, നോളജ്, എക്സ്പീരിയൻസ് അല്ലെ? എക്സ്പീരിയൻസ് അല്ല, അവരുടെ സ്കില്ലും നോളജും അതൊക്കെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ട്രെയിനിങ് കൊടുക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് the act of increasing the knowledge and skills of an employee for doing a particular job. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. സെയിം കാര്യം തന്നെയാണ്. ഒരു പെർട്ടിക്കുലർ ജോലി ചെയ്യുന്നതിന് ഒരു എംപ്ലോയിയുടെ സ്കില്ല്, അവരുടെ അറിവ്, നോളജ് അല്ലെ, ഇതെല്ലാം തന്നെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡെഫിനിഷൻ കണ്ടു. ഇനി നമുക്ക് ആ കുറച്ചും കൂടെ ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. Training enables the employee to get acquainted with the job and also increase their aptitudes, skills and knowledge. സെയിം കാര്യം തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ. ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അത് എംപ്ലോയീസിനെ ആ ജോലിയിലോട്ട് കുറെ കൂടി എന്താക്കാണ്? ഇൻവോൾവഡ് ആക്കാണ്. എന്ന് വെച്ചാൽ ആ ജോലിയോട് കൂടുതൽ അവര് പൊരുത്തപ്പെടുകയാണ് അല്ലെ? ആ ജോലി എന്താണ്? ജോലിയിൽ അവരെ കൂടുതൽ എൻഗേജ്ഡ് ആക്കാനും ആ ജോലിയിൽ കുറെ കൂടെ ഇൻവോൾവ് ചെയ്യുന്നതിനും ട്രെയിനിങ് എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട് അല്ലെ? പിന്നെ അവരുടെ ആപ്റ്റിറ്റ്യൂഡ്സ് അല്ലെ, അവരുടെ ആപ്റ്റിറ്റ്യൂഡ്, അവരുടെ അഭിരുചികള്, അവരുടെ സ്കില്ല്, അവരുടെ നോളജ്, ഇതെല്ലാം വർദ്ധിപ്പിക്കുന്നതിന് ട്രെയിനിങ് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞൊരു ട്രെയിനിങ്ങിലൂടെ നമ്മൾ ഒരാളെ മോൾഡ് ചെയ്തെടുക്കുകയാണ് അല്ലെ? നമ്മുടെ സ്ഥാപനത്തിന് ആ ഒരു ജോലിക്ക് അനുയോജ്യമാകുന്ന രീതിയിൽ നമ്മളൊരു വ്യക്തിനെ ശരിക്കും എന്ത് ചെയ്തെടുക്കുകയാണ്? ഷേപ്പ് ചെയ്തെടുക്കുകയാണ് അല്ലെ? മോൾഡ് ചെയ്തെടുക്കുന്നത് ഒരു പ്രോസസ്സാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ it makes newly recruited employees fully productive in the minimum of time. അപ്പൊ പുതുതായിട്ട് നമ്മൾ നിയമിക്കുന്ന എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവരെ പെട്ടെന്ന് പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് എന്തിലൂടെ സാധിക്കും? ട്രെയിനിങ്ങിലൂടെ സാധിക്കും. ശരിയല്ലേ? കുറഞ്ഞ സമയത്തില് കൂടുതൽ അവരെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാൻ നമുക്ക് എന്ത് സാധിക്കും? എന്തിന് സാധിക്കും? ട്രെയിനിങ്ങിന് സാധിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും
പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് മാത്രമാണോ നമ്മൾ ഈ ട്രെയിനിങ് കൊടുക്കുന്നത്? അല്ല, നിലവിലുള്ള എംപ്ലോയീസിന് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈവൻ ഫോർ ദ ഓൾഡ് വർക്കേഴ്സ് it is essential to refresh them and to enable them to continue with new methods and techniques as well as new machines and equipment for doing the work. അല്ലെ, അപ്പൊ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് മാത്രമല്ല, നിലവിൽ അവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിനും അവരുടെ ജോലിയിൽ കുറെ കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യുന്നതിന്, അവരെ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ട്രെയിനിങ് നമ്മൾ കൊടുക്കാറുണ്ട്. അല്ലെ, കാര്യം പുതിയ പുതിയ ടെക്നിക്സുകള്, പുതിയ പുതിയ മെത്തേഡുകള്, പുതിയ പുതിയ മെഷീൻസുകള്, എക്യുപ്മെന്റ്സുകള് ഇവയെ കൈകാര്യം ചെയ്യുന്നതിനും അതുപയോഗിച്ച് ആ ജോലി ചെയ്യുന്നതിന് അവരെ പ്രാപ്തരാക്കുന്നതിനും എന്ത് കൊടുക്കുന്നുണ്ട്? അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ട്രെയിനിങ് പുതുതായിട്ടുള്ള ആളുകൾക്ക് മാത്രമല്ല കൊടുക്കുന്നത്, നിലവിലുള്ള ജോലിക്കാർക്കും കൊടുക്കുന്നുണ്ട്. അല്ലെ, അതിന് ഓരോ കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടെക്നോളജി അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ, മാനുവലി ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു, അതിലൂടെ നമ്മൾ ജോലികൾ ചെയ്യുന്നു. അല്ലെ, അപ്പൊ ഓരോ പുതിയ പുതിയ എന്താണ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ആ ജോലിയുടെ ആവശ്യകതകൾ മാറിക്കൊണ്ടിരിക്കും. അല്ലെ, അപ്പൊ അതിന് ആ ഒരു രീതിയിലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോ അതൊക്കെ പഠിച്ച് അതിലൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ച് അതിലൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ആ ജോലി ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കുന്നതും ഇതിലൂടെ തന്നെയാണ്, ട്രെയിനിങ്ങിലൂടെയാണ്. ഓക്കെ, സോ ട്രെയിനിങ് ഈസ് നോട്ട് എ വൺ സ്റ്റെപ്പ് പ്രോസസ്. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ട്രെയിനിങ് ഈസ് നോട്ട് എ വൺ സ്റ്റെപ്പ് പ്രോസസ്. ട്രെയിനിങ് ഒരിക്കലും ഒരു വൺ സ്റ്റെപ്പ് പ്രോസസ് അല്ല, ഒറ്റ തവണ നടക്കുന്ന ഒരു പ്രോസസ് അല്ല. ശരിക്കും ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. കാര്യം എന്താണ്, അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഓരോ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് ആ മാറ്റങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ, അതുമായിട്ട് ബന്ധപ്പെട്ട സ്കില്ലും നോളജും ഒക്കെ അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അല്ലെ, സോ ഇറ്റ് ഈസ് നോട്ട് എ വൺ സ്റ്റെപ്പ് പ്രോസസ്. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഓർ എ നെവർ എൻഡിങ് പ്രോസസ് because it increases the knowledge and skill of new employees in performing their jobs and serves as a refresher for ongoing employees. അല്ല, അതുകൊണ്ടാണ് അത് കണ്ടിന്യൂസ് ആണ്, ഒരു വൺ സ്റ്റെപ്പ് പ്രോസസ് അല്ല എന്ന് പറയാൻ കാരണം എന്താണ്? അത് പുതിയ എംപ്ലോയീസിന്റെ സ്കില്ലും നോളജും ഇൻക്രീസ് ചെയ്യാൻ മാത്രമല്ല, നിലവിലുള്ള എംപ്ലോയീസിനെ റിഫ്രഷ് ചെയ്യുന്നതിനും ട്രെയിനിങ് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഇതിനൊക്കെ അറിയാവുന്ന കാര്യം അല്ലെ, ട്രെയിനിങ് എന്താണ്, ട്രെയിനിങ് എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി കേട്ടോ. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയിനെ കൂടുതൽ ആ ജോലിയുമായിട്ട് ഇൻവോൾവ് ചെയ്യിക്കുന്നതിനും എൻഗേജ് ചെയ്യുന്നതിനും അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ സ്കില്ല്, അവരുടെ നോളജ് അതൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് ട്രെയിനിങ് സഹായിക്കുന്നുണ്ട്. ഇപ്പൊ പുതുതായിട്ട് റിക്രൂട്ട് ചെയ്ത എംപ്ലോയീസ് ആണെങ്കിൽ കുറഞ്ഞ സമയത്തിൽ അവരെ പെട്ടെന്ന് പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാൻ സഹായിക്കുന്നുണ്ട്. നിലവിലുള്ള എംപ്ലോയീസിനാണെങ്കിൽ മാറുന്ന, അതായത് ചേഞ്ചിങ് ടെക്നോളജീസിനനുസരിച്ച് മാറുന്ന മറ്റുകൾക്കനുസരിച്ച് അവരതുമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് ട്രെയിനിങ് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് നോട്ട് എ വൺ സ്റ്റെപ്പ് പ്രോസസ്, ഇറ്റ് ഇസ് എൻ ഓൺഗോയിങ് ഓർ എ കണ്ടിന്യൂസ് പ്രോസസ്. ക്ലിയർ? വായിച്ചു നോക്കി, ഇൻട്രൊഡക്ഷൻ വായിച്ചിട്ട് ജസ്റ്റ് ഓക്കെ അല്ലേ? അടുത്തതാണ് the significant importance of training ആണ്. മനസ്സ് പഠിക്കണം കേട്ടോ. ട്രെയിനിങ്ങിന്റെ പ്രാധാന്യം എന്താണ്? സിഗ്നിഫിക്കൻസ് കേട്ടോ, അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. സിഗ്നിഫിക്കന്റ് ഇമ്പോർട്ടൻസ് ഓഫ് ദ ട്രെയിനിങ്. ഒന്നാമത് എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് എൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ HR with a promise of better returns in future. ശരിക്കും നമ്മൾ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യാം, ട്രെയിനിങ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. പക്ഷെ ഒരിക്കലും നമ്മൾ അതിനൊരു എക്സ്പെൻഡിച്ചർ ആയിട്ടല്ല അതിനെ കണക്കാക്കുക. പിന്നെ എന്താണ്, ഫ്യൂച്ചറിൽ നമുക്കൊരു ബെറ്റർ റിട്ടേൺസ് തരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ എന്തിനെ കണക്കാക്കുന്നത്? ട്രെയിനിങ്ങിനെ കണക്കാക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇറ്റ്സ് എൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ HR with a promise of better returns in future. ഭാവിയിൽ നമുക്ക് ബെറ്റർ റിട്ടേൺസ് നൽകും എന്നുള്ള ആ ഒരു പ്രോമിസ് തരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ ട്രെയിനിങ്ങിനെ കണക്കാക്കുന്നത്. കാരണം നമ്മളൊരു ട്രെയിനിങ്ങിലൂടെ
ശരിക്കും നമ്മളൊരു എംപ്ലോയിനെ നമ്മുടെ സ്ഥാപനത്തിന് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ ആ ഒരു എംപ്ലോയിനെ നമ്മൾ മോൾഡ് ചെയ്തെടുക്കുകയാണ് അല്ലെ. അവരെ നമ്മൾ കുറെ കൂടെ പ്രാപ്തരാക്കി എടുക്കണം. അവരുടെ സ്കില്ല്, അവരുടെ നോളജ്, അവരുടെ എക്സ്പീരിയൻസ് അതെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, പോളിഷ് ചെയ്തെടുക്കുകയാണ്. അവർക്ക് അങ്ങനെയുള്ളതൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ അവരെ എന്താണ് നമ്മളവരെ ഉപയോഗപ്പെടുത്തുകയാണ് അല്ലെ. ശരിക്കും പറഞ്ഞിപ്പോ നമ്മള് ഇൻട്രൊഡക്ഷൻ പഠിച്ചപ്പോ നമുക്കറിയാം അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഏതൊരു സ്ഥാപനത്തിന്റെ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു അസറ്റിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ട്രെയിനിങ്ങിലൂടെ നമ്മൾ അവരെ മോൾഡ് ചെയ്ത് അവരൊരു നല്ലൊരു അസറ്റ് ആക്കി മാറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരിലൂടെ നമുക്ക് നല്ലൊരു പ്രതിഫലമാണ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കാൻ. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായി കഴിഞ്ഞാല് നമ്മൾ അവരെ എത്രത്തോളം പ്രൊഡക്റ്റീവ് ആവുന്ന അത്രത്തോളം നമ്മുടെ സ്ഥാപനത്തിന് നേട്ടങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് അതിനൊരിക്കലും നമ്മളൊരു ചെലവേറിയ പ്രോസസ് ആയിട്ടല്ല, പകരം നമ്മൾ അതിനൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ട്രെയിനിങ്ങിനെ നമ്മൾ കണക്കാക്കുന്നത്. ഓർത്ത് വെക്കാം, ഇറ്റ് ഈസ് എൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ HR വിത്ത് എ പ്രോമിസ് ഓഫ് ബെറ്റർ റിട്ടേൺസ് ഇൻ ഫ്യൂച്ചർ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, ട്രെയിനിങ് ഹെൽപ്സ് ടു റെസ്പോണ്ട് ടു ടെക്നോളജി ചേഞ്ചസ് അഫക്റ്റിംഗ് ദ ജോബ് റിക്വയർമെന്റ്. ഇതാണ് ട്രെയിനിങ് ഹെൽപ്സ് ടു റെസ്പോണ്ട് ടു ദ ടെക്നോളജി ചേഞ്ചസ് അഫക്റ്റിംഗ് ദ ജോബ് റിക്വയർമെന്റ്. നമുക്കറിയാം ഈ ടെക്നോളജി ഇവോൾവ് ചെയ്യുന്നതിനനുസരിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയുടെ റിക്വയർമെന്റ്സുകൾ മാറും അല്ലെ. ടെക്നോളജി ചേഞ്ച് ആവുന്നതിനനുസരിച്ച് എന്തിനു മാറ്റം വരും, ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അതിന് മാറ്റങ്ങൾ വരും അല്ലെ. ആ ജോബുമായിട്ട് ബന്ധപ്പെട്ട സ്കില്ലുകള്, അതിൽ വരുന്ന ആക്ടിവിറ്റീസുകളിലൊക്കെ മാറ്റം വരും. പണ്ട് മാനുവലി ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പൊ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചെയ്യണം. അപ്പൊ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ ജോബ് റിക്വയർമെന്റ്സുകൾ മാറും, ചേഞ്ച് ആവും. അങ്ങനെ വരുന്ന ചേഞ്ചസുകളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് എംപ്ലോയീസിനെ പ്രാപ്തരാക്കുന്നത് ട്രെയിനിങ് ആണ്. ആ ട്രെയിനിങ് കൊടുത്തുകൊണ്ടാണ് അവരെ പുതിയ പുതിയ മാറ്റങ്ങൾ അവർ പഠിപ്പിക്കുന്നതും അവർ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നതും നമ്മൾ ട്രെയിനിങ്ങിലൂടെയാണ് അല്ലെ. അതാണ് അവിടെ പറഞ്ഞത്, ഇറ്റ് റെസ്പോണ്ട് ടു ടെക്നോളജി ചേഞ്ചസ് അഫക്റ്റിംഗ് ജോബ് റിക്വയർമെന്റ്. നമ്മുടെ ജോബ് റിക്വയർമെന്റിനെ അഫക്ട് ചെയ്യുന്ന ടെക്നോളജി ചേഞ്ചസുകളൊക്കെ എന്താണ് പഠിക്കാനും അതിനെപ്പറ്റി ലേൺ ചെയ്യാനും അതിലവരെ പ്രാപ്തരാക്കുന്നതിനും എന്ത് സഹായിക്കുന്നുണ്ട്, ട്രെയിനിങ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും പോയിന്റുകൾ അവിടെ ഇരിക്കണ്ടേ കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആണല്ലോ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഇന്നത്തെ ക്ലാസ്സിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. കഴിഞ്ഞ ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞല്ലോ, അതിനകത്ത് ചെറിയ ടെസ്റ്റ് പോലെ എന്തെങ്കിലും അങ്ങനെ ഇടാൻ പറ്റുമോ? നമ്മൾ മോക്ക് ടെസ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ അർച്ചന, ഡെയിലി മോക്ക് ടെസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ചെയ്യാറില്ലേ? മാഡം, എനിക്ക് ഒരെണ്ണം കിട്ടിയായിരുന്നു, വേറൊന്നും കിട്ടിയില്ല. ആണോ? എല്ലാവർക്കും അങ്ങനെയാണോ? ഗ്രൂപ്പിലേക്ക് ഇടുന്നുണ്ടല്ലോ, മോക്ക് ടെസ്റ്റുകൾ ഡെയിലി ഇടുന്നുണ്ട്. എല്ലാ മിസ്സുമാരും ഒരു ക്ലാസ് എടുക്കുന്നതിന്റെ ബേസ് ചെയ്തിട്ട് 5 ക്വസ്റ്റ്യൻസ് ഡെയിലി ഇടുന്നുണ്ട് കേട്ടോ. കിട്ടുന്നുണ്ട്. അപ്പൊ അതിലൊന്ന് അച്ഛനൊന്ന് ചോദിക്കണം കേട്ടോ, ഗ്രൂപ്പിലൊന്ന് നോക്കണം കേട്ടോ. ചിലപ്പോൾ അച്ഛനൊക്കെ മാത്രമാണ് തോന്നുന്നു കിട്ടാത്തത്, ബാക്കി എല്ലാവർക്കും കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഗ്രൂപ്പിലുണ്ടല്ലോ, ഗ്രൂപ്പിലൊന്ന് പറയൂ കേട്ടോ. പിന്നെ എന്തെങ്കിലും അങ്ങനെ കിട്ടാറുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിലൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടെക്നിക്കലിനോട് പറയാം, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കേട്ടോ. ഇതാണ് ഫുൾ ചാപ്റ്റർ ഇൻക്ലൂഡ് ചെയ്തൊരു മോക്ക് ടെസ്റ്റ്. അങ്ങനെ നമ്മൾ ചെയ്യാറില്ല. നമ്മൾ ഓരോരോ ചാപ്റ്റർ അങ്ങനെ എടുക്കുന്നതിന് ബേസ് ചെയ്ത് നമ്മൾ മോക്ക് ടെസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അല്ലാതെ ഫുൾ ചാപ്റ്റർ ആയിട്ടൊന്നും നമ്മൾ അങ്ങനെ മോക്ക് ടെസ്റ്റ് കൊടുക്കുന്നില്ല. അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഒരു ഫുൾ ചാപ്റ്റർ ആക്കുന്നു. അപ്പൊ ശരി കേട്ടോ. വേറെ ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇത്രയും വാങ്ങലൊക്കെ നല്ലോണം വായിക്കാം കേട്ടോ. ഓക്കെ.